ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ജമുനി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഡാർജിലിംഗിൽ നിന്നൊരു 16 കിലോമീറ്റർ മാറിയാണ്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഏകദേശം 2-2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കിയത്. അപ്പോൾ ഞാൻ ഒരുപാട് വഴിയും കാര്യങ്ങളും നിങ്ങളെ കാണിക്കുന്നില്ല. ഡയറക്റ്റ് നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, എന്നാൽ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരു കുളം പോലെയുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ജമുനി. എൻ്റെ ബോട്ടിങ് പോലെ എൻ്റെ ആളുകളൊക്കെ ബോട്ടിലിരുന്നൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ജമുനി ടൂറിസ്റ്റ് കോംപ്ലക്സിലെത്തി. എൻട്രി ഫീസ് 20 രൂപയാണ്. ഓക്കെ, എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. ഇതാണ് ആ സ്ഥലം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡാർജിലിംഗിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ മാറി ജമുനി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഏകദേശം 2017 ഗോർഖാലാൻഡിൻ്റെ ഇഷ്യൂ നടന്ന സമയത്ത്, ആന്തോളൻ നടന്ന സമയത്താണ് ഇത് അടച്ചിട്ടിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 2.5 വർഷം കഴിഞ്ഞു. വീണ്ടും അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ന്യൂസിൽ നമുക്കത് അറിയാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജമുനിയിൽ ഉള്ള കാഴ്ചകളാണ്, അവിടുത്തെ എന്തൊക്കെയാണെന്നുള്ളത്. ഞാനും പലതവണ വന്നിട്ടുണ്ട്, പക്ഷേ ഈ 2 വർഷത്തിനുള്ളിൽ അടവായതുകൊണ്ട് നമുക്കിതിനകത്ത് പ്രവേശിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ താഴത്തോട്ട് പോയിട്ട് കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങളിലാണ്. ഓക്കെ, തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ, പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് വന്ന് അല്പം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇരുന്ന് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങോട്ട് മാറി, കാരണം നദിയുടെ സൈഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും, ഭക്ഷണം കഴിക്കാൻ പറ്റും. അവിടെ ഒരു മന്ദിരമുണ്ട്, അതിന് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മന്ദിരം ഒന്ന് വിസിറ്റ് ചെയ്യും. നല്ലൊരു അന്തരീക്ഷമുണ്ട്. പിന്നെ ഇവിടെ ഒരല്പം ചൂട് കൂടുതലുണ്ട് കേട്ടോ ഡാർജിലിങ്ങിനെക്കാട്ടിലും. ഡാർജിലിംഗ് തണുപ്പാണ്. ഇവിടെ നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. ബോട്ടിങ്ങിന് വേണ്ടിയുള്ള യാത്രയാണ്. നോക്കാം അവിടെ ചെന്നിട്ട് നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ എന്നാൽ ഇതാണ് ആ വെള്ളത്തിൻ്റെ സോഴ്സ്. ഇതിലൊരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ഇതിനടിയിൽ കൂടെ വന്ന് ഇപ്പുറം വന്ന് ചാടുന്നുണ്ട്. നമ്മൾ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന പഴയ ബോട്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഇതേ ബോട്ടിങ്ങിന് ഒരാൾക്ക് 50 രൂപ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ്. ഇനിയിപ്പം വെയിറ്റിംഗ് ആണ്. കാരണം ബോട്ട് വന്നാലാണല്ലോ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുള്ള വെയിറ്റിങ്ങിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ നമുക്ക് ബോട്ട് കിട്ടി. നമ്മൾ ബോട്ടിൽ കയറി ചവിട്ടുകയാണ്. ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. കാരണം ചവിട്ടുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഈ പഴയതായതുകൊണ്ട്, ഇത്രയും നാൾ ഉപയോഗിക്കാതൊക്കെ ഇരുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. നമ്മുടെ കൂടെ 4 പേർക്ക് ഇരിക്കാം. നമ്മുടെ കൂടെ വേറൊരു പയ്യനും ഉണ്ട്, പിന്നെ 2 പെൺപിള്ളേരാണ്. പക്ഷെ അവർക്ക് പറ്റില്ലാത്തതുകൊണ്ട് നമ്മളെയാണ് ചവിട്ടാനും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. ഒരല്പം ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത്.
ഈ റൗണ്ടിനകത്ത് ഇങ്ങനെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്നത് രീതിയിലും ലൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം ഒടിഞ്ഞൊക്കെ കിടക്കുകയാണ്, കാരണം 2-2.5 വർഷമായില്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ക്യാമറ തൊട്ട് പുറകെ വന്നൊരു ബോട്ടിലുള്ള ആളുകളുടെ കൊടുത്തു. കാരണം നമ്മുടെ വീഡിയോ എടുക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം കൂടെ ഇരിക്കുന്നവരുടെ വെയിറ്റ് നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് എൻ്റെ സൈഡ് അല്പം താന്നു പോകുന്നു. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ അല്പം പ്രയാസമുണ്ട്. അപ്പം ഞാൻ പിന്നെ നമ്മുടെ പുറകെ വന്ന് അവരുടെ കൊടുത്തു. എന്തായാലും അവരാണിപ്പം നമുക്കൊന്ന് വീഡിയോ എടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് ബോട്ടും കാര്യങ്ങളും കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ ആഴമൊന്നുമില്ല. അങ്ങനെ നമ്മൾ 2-3 വട്ടം ഇതിനകത്തൂടെ കറങ്ങി. ഇനി നമ്മൾ മെല്ലെ കരയ്ക്ക് അടുപ്പിക്കുകയാണ്. കാരണം ഇനിയും വേണേൽ നമുക്ക് കറങ്ങാം, പക്ഷെ നമ്മൾ മടുത്തു ചവിട്ടി. അതുകൊണ്ട് മെല്ലെ നമ്മൾ കരയ്ക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇനി. എന്തായാലും നല്ലൊരു രസമായിരുന്നു ആ യാത്ര. ഒരു അരമണിക്കൂർ നമ്മൾ ടൈം എടുത്തു. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ചവിട്ടി മനുഷ്യൻ്റെ ഊപ്പാട് വെട്ടി. നമ്മുടെ കൂടെ 2 ചെറിയ പിള്ളേരായിരുന്നു, പെൺപിള്ളേർ. അതുകൊണ്ട് അവർക്കത് പറ്റില്ലാത്തതുകൊണ്ട് ഞാനും പവനും ഞങ്ങൾ ഒരുമിച്ച് ചവിട്ടി. ഇത് കറങ്ങി അടിച്ച് വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ബാലൻസൊക്കെ ഒന്ന് ചെയ്തു വരാൻ ആദ്യം അല്പം കഷ്ടപ്പെട്ടു. എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ വരുന്നവർക്ക് കൂടെ വന്നൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഓക്കെ, ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ആ മന്ദിരം അതിൻ്റെ അടുത്തോട്ടൊന്ന് പോവുകയാണ്. അവിടെ പലരും നിൽക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന്. അവിടെയും പോയി ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഡാർജിലിങ്ങിലോട്ട് പോവുകയാണ്. ഓക്കെ, എന്നാൽ പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തോട്ടെത്തി. ഇനി അതിലോട്ടൊന്ന് അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഒരു ശിവൻ്റെ മന്ദിരമാണെന്ന് തോന്നുന്നു. അതെ, കണ്ടോ, പലരും ഇവിടെ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. അതൊരു പാലമാണ്, കണ്ടോ, ഒരു ആർച്ച് മോഡലിലൊക്കെ ഒരു പണിതൊക്കെ ചെയ്തേക്കുന്നതാണ്. ആ റോഡ് നേരെ പോകുന്നത് സിക്കിം. ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ മുകളിൽ ആ ടവറിൻ്റെ താഴെ വഴിയായിട്ട് അങ്ങനെ അത് കയറിപ്പോവും. ഓക്കെ, ഇതുപോലെ മുകളിലോട്ട് കയറിപ്പോവാണ്. അപ്പം അതുമാത്രമല്ല, നമ്മളിവിടെ ചെരുപ്പൂരി ഇടണം. ചെരുപ്പൂരി ഇട്ടു. സ്റ്റെപ്പുണ്ട് അല്പം. എന്തായാലും ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഞാനും മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന് വെയിലുണ്ട്, അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എന്നാലൊരു ഈവനിങ് ടൈം ആണെങ്കിൽ ഒരു 2-2:30-3 മണിയൊക്കെ ആകുമ്പോൾ വെയിൽ ആറുന്ന സമയമാണെങ്കിൽ കുറച്ചും കൂടി നല്ല രസമായിരിക്കും. ഓക്കെ, അങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തി. ഇത് ജമുനി റിവറാണ്. അവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് പലരും. വലിയ ആഴമൊന്നുമില്ല. ഇതിൽ നമുക്ക് സിക്കിമിന് പോകാം. ഇതിൻ്റെ മേളിൽ കൂടെ വഴിയുണ്ട്. വിജയൻബാരി, മരിപ്പോങ്, അങ്ങനെ ഇതിലേയും കറങ്ങി നമുക്ക് ഡാർജിലിംഗിൽ ചെല്ലാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ദൂരം കൂടുതലാണ്. അതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല. ഇതാണ്. കൊള്ളാം കേട്ടോ.
നല്ല സ്ഥലമാണ്. ഇങ്ങനെ ചുറ്റും കറങ്ങി നടക്കാനൊക്കെ ഉണ്ട്. ഇതിനകത്ത് റൂംസൊക്കെയാണ്. അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനകത്തൂടെയൊക്കെ പോകാനായിരിക്കും. പക്ഷെ അതൊക്കെ അടച്ചിട്ടേക്കാണ്. പിന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ഈ പുറകുവശത്ത്. പക്ഷെ അതിപ്പോൾ ഓപ്പൺ അല്ല. കാരണം ഇത് കണ്ടോ, ഈ കാണുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ അതിപ്പോൾ ഓപ്പൺ അല്ലെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, 2.5 വർഷം മീൻസ് ഗോർഖാലാൻഡിൻ്റെ ഇഷ്യൂ നടന്ന സമയത്ത് ഇതെല്ലാം ടോട്ടലി ബന്ദാക്കി. കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഏരിയയിലുണ്ടായിരുന്നു. അതിൻ്റെ നേതാക്കളെ പിടിക്കാനുള്ള ശ്രമങ്ങൾ, മറ്റുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം ടോട്ടലി ഇതായിരുന്നു, അടച്ചിട്ടേക്കായിരുന്നു. ഈ ഏരിയയൊക്കെ ഒരു ഭയങ്കര ഡേഞ്ചറസ് ഏരിയ ആയിരുന്നു. നമുക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ജമുനിയും. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആളുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ കൂടുതലും കണ്ടത് ഇവിടുത്തെ ലോക്കൽ ആളുകളെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഡാർജിലിംഗ് വരുന്നുണ്ടെങ്കിൽ ഡാർജിലിംഗിൽ നിന്ന് 15-16 കിലോമീറ്റർ മാറിയാണ് ജമുനി. താല്പര്യമുള്ളവർക്ക് വരാം. നല്ലൊരു സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്കും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനിരുന്ന ജമുനിയും കാര്യങ്ങളും. ഇനി നമ്മൾ താഴത്തോട്ട് ഇറങ്ങിപ്പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റ് വീഡിയോയുമായിട്ട് കാണാം. പലരും ചോദിച്ച് എന്താ വീഡിയോ ഇടാത്തതെന്ന്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഒരല്പം ശാരീരിക ക്ഷീണവും അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ജലദോഷവും ചുമയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാതിരുന്നത്. പിന്നെ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടും ഓപ്പണായി വരണമല്ലോ, എന്നെങ്കിലല്ലേ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ